നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ അയിരൂർ കാരക്കാട്ടുപറമ്പിൽ കിട്ടുവിൻ്റെ മകൻ ഗംഗാധരൻ. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമസ്കാരമുണ്ട്. എൻ്റെ പേര് പുഷ്പകാരൻ എന്നാണ്. പാലക്കാട് ജില്ലയിലെ അയിലൂർ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ 2ാം വാർഡിൻ്റെ മെമ്പറായിരുന്നു. 2020 മുതൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആയിട്ടുള്ള ഗംഗാധരൻ അവൻ ഡയാലിസിന് വിധേയനായിട്ട് കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 ദിവസം ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിലുള്ള നല്ല മനസ്സിനുടമകളായിട്ടുള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള ആളുകൾ പല സഹായങ്ങൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞത്. അയാളുടെ ഏക അധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന സ്ഥലവും അതുപോലെ തന്നെ വീടും ഈ ഡയാലിസിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഭാര്യ വികലാംഗിയാണ്. ഒരു പണിക്കും പോകാൻ പറ്റില്ല. അത്തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കുടുംബമാണ് ഗംഗാധരൻ്റേത്. അതുകൊണ്ട് എല്ലാ നല്ല മനസ്സിനുടമയായിട്ടുള്ള ആളുകളും ആവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അസുഖത്തിൻ്റെ ഡയാലിസിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായവും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സഹായവും കൊടുക്കാൻ തയ്യാറാവണമെന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇദ്ദേഹം ഒരു പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. കേരളത്തിൻ്റെ പല ജില്ലകളിലും പോയി തൻ്റെ തൊഴിൽ ഭംഗിയായി ഉത്തരവാദിത്വത്തോടെ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ 7 വർഷത്തോളമായി ഇദ്ദേഹത്തിന് വൃക്കരോഗം തുടങ്ങിയിട്ട്. എൻ്റെ പേര് ഉമയമ്മ. എൻ്റെ ഭർത്താവാണ് ഗംഗാധരൻ. ഗംഗാധരന് ഡയാലിസിസ് തുടങ്ങിയിട്ട് ഇപ്പോൾ 6ാമത്തെ വർഷമാണ്. ആള് 2018 തന്നെ ആളിന് വയ്യാഴികയായി. മരുന്ന് കഴിക്കണുണ്ടായിരുന്നു. പിന്നീട് ശരീരം മൊത്തം നീര് വന്നപ്പോഴാണ് വീണ്ടും കൊണ്ടുപോയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ആദ്യത്തെ ഡയാലിസിസ്. അപ്പോൾ 2 കിഡ്നിയും ഫെയിലിയറാണെന്ന് അവിടെ വെച്ച് അറിയണം. പിന്നീട് അവിടെ 21 ദിവസം അഡ്മിറ്റായി. അതിനുശേഷം ഇവിടെ വന്നിട്ട് പിന്നെ അടുത്തുള്ള അബേറ്റീസ് ഹോസ്പിറ്റലിൽ നെന്മാറയാണ് ചികിത്സ തുടങ്ങിയത്. അവിടെ ഞങ്ങൾ 4 വർഷം ഡയാലിസിസ് ചെയ്ത്. അപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം വീട് സ്ഥലവും വിൽക്കേണ്ടി വന്നു. എൻ്റെ സ്ഥലവും വിറ്റു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഗവൺമെൻറ്റിൽ താലൂക്കിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ്. പക്ഷേ യാത്രക്കും ദൂരമുണ്ട്. ഒരു പ്രാവശ്യം പോകണമെങ്കിൽ വണ്ടിക്ക് തന്നെ 1000 രൂപ വേണം ഞങ്ങൾക്ക്. പിന്നെ മരുന്നുകളുടെ വിലയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഞങ്ങൾക്ക്. ഞാനൊരു വികലാംഗയായാലും എനിക്ക് ആളിനെ ഇട്ടിട്ട് എനിക്കൊരു പണി അറിയില്ല. എൻ്റെ വീട് ആലപ്പുഴയാണ്. ഇവിടുത്തെ പണിയൊന്നും എനിക്ക് അറിയില്ല. പിന്നെ കാലിൻ്റെ ബുദ്ധിമുട്ട് കാരണം പോകാനും പറ്റില്ല. വീട്ടിൽ ആളില്ല. അമ്മയുണ്ടായിരുന്നു. അമ്മ 1 വർഷമായി ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. 1 വർഷമായി മരിച്ചിട്ട്. ഇപ്പോൾ ഞങ്ങൾ തനിയേ ഉള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളുമില്ല. പിന്നെ ആളിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുക വരിക, ആളിനെ ശുശ്രൂഷിക്കുക. ആൾ ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. പിടിച്ച് നമ്മൾ കൊണ്ടുപോകണം. എല്ലാം ഒരാളിൻ്റെ സഹായം ഇല്ലാതെ നടക്കില്ല. അത് കാരണം ചികിത്സക്കും
ഭക്ഷണത്തിനുമൊക്കെ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ നാട്ടുകാരെങ്കിലുമൊക്കെ സഹായിക്കണത് കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം മാവേലിക്കരയിൽ പെയിന്റിംഗ് തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സമയത്താണ് കാലിൽ നീരു വന്നതിനെ തുടർന്ന് ആശുപത്രിയിൽ വിശദമായ പരിശോധനയ്ക്ക് പോയത്. അപ്പോഴാണ് 2 വൃക്കകളും പ്രവർത്തനരഹിതമായി കഴിഞ്ഞെന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. അതിനെ തുടർന്ന് ഡയാലിസിസ് ആരംഭിക്കുകയായിരുന്നു. വൃക്കരോഗത്തെ തുടർന്ന് തൊഴിൽ ചെയ്യുവാൻ കഴിയാതെയായി. അതോടെ വരുമാനം നിലച്ചു. ഇപ്പോൾ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. നല്ലവരായ നാട്ടുകാരുടെ സഹായത്താലാണ് ഇതുവരെയുള്ള ചികിത്സകൾ മുന്നോട്ടു പോകുന്നത്. രണ്ടായിരത്തി 10 ഞങ്ങളുടെ വിവാഹം. 6 വർഷത്തോളം കുഴപ്പമില്ലാതെ അങ്ങനെ പോയി. അതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെ വയറിനൊരു വേദനയൊക്കെ തോന്നി. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ 2018 ആയപ്പോഴേക്കും പിന്നെ തീരെ ബുദ്ധിമുട്ടായി. ആളുടെ ശരീരത്ത് നീര് വരികയും ഒക്കെ ഉണ്ടായി. എന്നാലും കൊറോണ സമയത്ത് പൈസയുടെ ബുദ്ധിമുട്ട് കാരണം പിന്നെ മരുന്ന് നിർത്തിവെക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് രോഗം കടുത്തത്. പിന്നെ എന്ത് വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കുക, ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റാതെ. അങ്ങനെയാണ് വീണ്ടും ചികിത്സ തുടങ്ങിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവിടെ ജില്ലാശുപത്രിയിലെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ കോഴിക്കോടേക്ക് റെഫർ ചെയ്ത് അങ്ങനെ പോയത്. അങ്ങനെ അവിടെയാണ് ഡയാലിസിസ് തുടങ്ങി. അതിപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോൾ തീരെ വയ്യ, ഇരിക്കാൻ ഒട്ടും പറ്റാത്ത അവസ്ഥ. ഇത്രയാണ് എൻ്റെ കുടുംബത്തെ വിവരങ്ങളൊക്കെ. നല്ലവരായ നല്ല മനസ്സുള്ളവർ എന്തെങ്കിലും സഹായം ചെയ്താൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് എൻ്റെ പ്രതീക്ഷ. ഇരിക്കുന്നത്രയും കാലം കൊണ്ട് നടക്കുക, അത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉമയമ്മ ഒരു വികലാംഗയാണ്. ഇവർക്ക് മക്കളുമില്ല. ഇവർ ഇവിടെ ഒരു വീടിൻ്റെ ഭാഗമായ ചെറിയ മുറിയിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇത് ഇവരുടെ വീട് തന്നെയായിരുന്നു. ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ വീട് വിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വാടകയ്ക്കും. ഒരിക്കൽ വർണ്ണാഭമായിരുന്ന ജീവിതത്തിൻ്റെ നിറങ്ങൾ മങ്ങി മങ്ങി വിളറി വെളുത്തിരിക്കുന്ന അവസ്ഥ. എൻ്റെ പേര് ആശ എന്നാണ്. എൻ്റെ വലിയച്ഛൻ്റെ മോനാണ് ഗംഗാധരൻ. ആള് കുറേ വർഷമായിട്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരുപാട് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീ മുഖേനയാണെങ്കിലും ഒരുപാട് പിരിച്ചു കൊടുത്തിട്ട് തന്നെയാണ് ആൾ ഇതുവരെ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലവരായ മനസ്സിനുടമയുള്ള ആളുകൾ സഹായിക്കുക. വികലാംഗയായ ഭാര്യയ്ക്ക് കൈത്താങ്ങാകേണ്ട താൻ ഇപ്പോൾ പരസഹായമില്ലാതെ ചലിക്കുവാൻ പറ്റാത്ത സ്ഥിതിയിലായതിനെ ഓർത്ത് വിഷമിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ. ഇപ്പോൾ തൻ്റെ ഭാര്യയുടെ കൈപിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണ്. ഇന്ന് ഇവർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അങ്ങനെയാണ് ഇവർ ഗുഡ്നസ് ടിവിയുടെ ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. എൻ്റെ പേര് ഗംഗാധരൻ എന്നാണ്. ഞാൻ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു. ഇത് എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-15 വർഷമായി. ഇപ്പോൾ ഒരു 5 വർഷം, ഇത് 6ാമത്തെ വർഷമാണ് ഞാനിപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നത്.
പെട്ടെന്നാണ് കയ്യും കാലിൻ്റെ നീരൊക്കെ വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അന്നേരമാണ് ഇത് മറ്റേ കിഡ്നി രണ്ടും ഫെയിലിയറാണെന്ന് അറിയുന്നത്. അങ്ങനെ കോഴിക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഡയാലിസിസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 4 വർഷമാണ് ഞാൻ അവറ്റീസ് ഹോസ്പിറ്റലിലായിരുന്നു. അന്നേരം അതിൻ്റെ ഒരു സാമ്പത്തിക ഇത് കൊണ്ടാണ് വീടും സ്ഥലമൊക്കെ നമുക്ക് വിൽക്കേണ്ടി വന്നതും ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കേണ്ടി വന്നതും. ഇപ്പോൾ നമുക്ക് ജീവിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഭക്ഷണത്തിനാണെങ്കിലും ആശുപത്രി ചെലവുകളും വളരെ ഭാരിച്ചതായതുകൊണ്ട് മുന്നോട്ട് പോകാൻ വളരെ പാടാണ്. അതുകൊണ്ട് ഗുഡ്നസ് ടീവിൻ്റെ എല്ലാ പ്രേക്ഷകരും നല്ല മനസ്സിന് ഉടമകളുമായിട്ടുള്ള എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ അകമഴിഞ്ഞ സഹായം ഇവർ പ്രതീക്ഷിക്കുകയാണ്. ഇന്നുവരെ ശമരിയൻ പ്രോഗ്രാമിനെ സമീപിച്ചവരെ നിരാശരാക്കിയിട്ടില്ല എന്ന അറിവ് ഇവർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ സുമനസ്സുകൾ ഇവർക്കു വേണ്ട സഹായം നൽകുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. നിങ്ങളുടെ നന്മ മനസ്സുകൾക്ക് മുമ്പിൽ ഞങ്ങൾ ഇവരുടെ അപേക്ഷയും സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു. പ്രത്യാശയുടെ ഒരു പുതുവെളിച്ചം നിങ്ങളിലൂടെ ഈ പുതുവർഷത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ ഇരുളകറ്റുവാൻ ഇടയാകട്ടെ എന്ന പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ സസ്നേഹം ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സുജ എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് സുജയുടെ സഹോദരി സുമയാണ്. ഈ സുജ 52 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് 7 മാസമായിട്ട് ഹാർട്ട് സംബന്ധമായ ചികിത്സയിലാണ്. അവർക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് ബ്ലോക്ക് ഹൃദയത്തിൽ വന്നതുകൊണ്ട് ബൈപ്പാസ് സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത്രയും പെട്ടെന്ന് ചെയ്താൽ അത്രയും നല്ലതാണ് എന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇപ്പോൾ റെഫർ ചെയ്തിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഓപ്പറേഷൻ നടത്തുന്നതെങ്കിലും വളരെ ചിലവുള്ള ഒരു ഓപ്പറേഷനാണിത്. അവർ നിർധനമായ ഒരു കുടുംബത്തിലാണ്. ഭർത്താവ് കൂലിവേല ചെയ്യുന്ന ആളാണ്. 2 മക്കളാണുള്ളത്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമാണ്. സാമ്പത്തികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബമാണ്. ആ അവസരത്തിൽ ഈ ഒരു ഭീമമായ തുക കണ്ടുപിടിക്കുന്നതിന് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഗുഡ്നസ് ടിവി ഈ സുജിയെക്കുറിച്ച് അറിയുന്നതിനും അവരുടെ രോഗാവസ്ഥ ഗുഡ്നസ് ടിവിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നതിനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് 1,60,000 രൂപ സമാഹരിക്കാനായിട്ട് സാധിച്ചു. ആ തുക ഇപ്പോൾ അവരുടെ സഹോദരി സുമയ്ക്ക് കൈമാറുന്നതിനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആ തുക ഇപ്പോൾ ഞാൻ ഈ സഹോദരിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സുജ എന്ന സഹോദരിക്ക് ഈ തുക കൈമാറാനായിട്ട് ഗുഡ്നസ് ടിവിക്ക് ഇപ്പോൾ സാധിച്ചത് ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ അവരുടെ സംഭാവനകൾ അതിനുവേണ്ടി നൽകിയതുകൊണ്ടാണ്. നമുക്കറിയാം, ഈ തുക എന്ന് പറയുന്ന 1-2 വ്യക്തിയിൽ നിന്നും വന്നതല്ല. ഒരുപക്ഷെ 100 കണക്കിന് ആളുകളുടെ സംഭാവന ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചത്.
100 രൂപയും 50 രൂപയും വരെ തന്ന് സഹായിച്ച ആളുകളുണ്ട് എന്ന കാര്യം ഞാൻ പ്രത്യേകമായിട്ടും ഓർക്കുകയാണ്. ചിലർ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, 100 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ, തന്നാൽ അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നും. എത്ര ചെറിയ തുകയാണെങ്കിലും നിങ്ങളുടെ സംഭാവന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയതും വിലപ്പെട്ടതുമാണ്. അങ്ങനെയുള്ള ചെറിയ ചെറിയ തുകകൾ സമാഹരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുമൊക്കെ വേണ്ടെന്ന് വെച്ചുപോലെ തന്നെയാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിന് ഇടയായത്. നിങ്ങളുടെ നല്ല മനസ്സിനെ ഞങ്ങൾ പ്രത്യേകമായിട്ടും നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവുമൊക്കെ നൽകി ദൈവം നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം നിങ്ങളെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ സുജ എന്ന സഹോദരിയെ വീണ്ടും ഓർക്കാം. അവരെ ഓർത്തവർക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബൈപ്പാസ് ഓപ്പറേഷൻ ഫലപ്രദമായിട്ട് നടക്കുന്നതിനും വീണ്ടും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കടന്നു വരുന്നതിനും സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള എല്ലാ അനുഗ്രഹവും കൃപയും ദൈവം അവർക്ക് സമൃദ്ധമായിട്ട് നൽകുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എൻ്റെ അനിയത്തിക്ക് ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച ഗുഡ്നസ് ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി.